2008 ഈ ഗ്രൂപ്പിന്റെ റിലയൻസ് പവർ എന്ന കമ്പനിയുടെ ഷെയർ പ്രൈസ് 270 രൂപയായിരുന്നു. പിന്നീട് അത് 1 രൂപ വരെ കൂപ്പുകുത്തി. പവർ സെക്ടറിലുള്ള മറ്റു വലിയ കമ്പനികളൊക്കെ കുതിച്ചു കയറിയപ്പോൾ ഇവർ തകർന്നതിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരു അനിൽ അംബാനി കമ്പനിയായിരുന്നു. എന്നാൽ പാപ്പരായി വിധി എഴുതിയപ്പോഴും ലോകം മുഴുവൻ എതിരെ നിന്നപ്പോഴും മടങ്ങി വരാൻ ദൈവം അയാൾക്കൊരു ബ്രഹ്മാസ്ത്രം വരമായി നൽകിയിരുന്നു. ജയ് അൻമോൽ അംബാനി. 18-ാം വയസ്സിലാണ് ജയ് ഫാമിലി ബിസിനസ്സിലേക്ക് ചുവടുവെച്ചത്. റിലയൻസ് മ്യൂച്വൽ ഫണ്ടിലായിരുന്നു തുടക്കം. അവിടുന്ന് അങ്ങോട്ട് ഈ ഗ്രൂപ്പിനെ കൈപിടിച്ചുയർത്താൻ മകനെടുത്ത നടപടികൾ അനിൽ അംബാനിയെ പോലും അമ്പരപ്പിച്ചു. അസറ്റ് മാനേജ്മെന്റിൽ അതീവ പ്രാവീണ്യം നേടിയെടുത്ത് ജാപ്പനീസ് കമ്പനിയായ നിപ്പോണിൽ നിന്ന് റിലയൻസ് ക്യാപിറ്റലിലേക്ക് ജയ് നിക്ഷേപം നേടിയെടുത്തപ്പോൾ 40% വളർച്ചയായിരുന്നു കമ്പനിയുടെ ഓഹരി വിലയിലുണ്ടായത്. റിലയൻസ് ഇൻഷുറൻസ്, റിലയൻസ് ക്യാപിറ്റൽ അസറ്റ് മാനേജ്മെന്റ് എന്നീ 2 സംരംഭങ്ങളെ ഇപ്പോൾ ശരവേഗത്തിൽ വളർത്തി. ഇന്നും സോഷ്യൽ മീഡിയ പരതിയാൽ അതിലത്ര സജീവമല്ല ജയ്. കാരണം കുറ്റാരോപിതനായ തന്റെ അച്ഛനെ പഴയ പ്രൗഢിയിലേക്ക് എത്തിക്കാൻ ബിസിനസ്സിൽ അത്രയും കമ്മിറ്റഡ് ആണ് ജയ്മോൻ.